പണ്ട് 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 ഒരിടത്ത് രാമു എന്നു പേരുള്ള ഒരു ആട്ടിടയൻ താമസിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ രാമു തൻ്റെ ആടുകളെയും കൂട്ടി ഭൂതത്താൻ കുന്നിലേക്ക് പോകും. ആടുകളെ കുന്നിൻ മുകളിലേക്ക് മേയാൻ വിട്ടിട്ട് രാമു കുന്നിനടുത്തുള്ള ഒരു താഴ്വരയിൽ വിശ്രമിക്കുമായിരുന്നു. സന്ധ്യ ആകുമ്പോഴേക്കും ആടുകൾ കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരും. അപ്പോൾ അവരെയും കൂട്ടി രാമു വീട്ടിലേക്ക് പോകും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുന്നിന് മുകളിലേക്ക് പോകുന്ന ആടുകളെയെല്ലാം താഴേക്ക് എത്തുന്നില്ലല്ലോ എന്ന് രാമുവിനൊരു സംശയം. അങ്ങനെ അടുത്ത ദിവസം ആടുകളുടെ പിറകെ രാമുവും കുന്നിൻ്റെ മുകളിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവിടെ കണ്ട കാഴ്ച രാമുവിനെ ഞെട്ടിച്ചു. കുന്നിന് മുകളിൽ ഒരു ഭീകരനായ സർപ്പം തൻ്റെ ആടുകളെ വിഴുങ്ങുന്നതാണ് രാമു കണ്ടത്. വേഗം തന്നെ തൻ്റെ ആടുകളെയും കൂട്ടി രാമു വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് തന്നെ രാമു തൻ്റെ പ്രശ്നം ഗ്രാമത്തിലെ പുരോഹിതനെ അറിയിച്ചു. അദ്ദേഹം രാമുവിനോട് അവൻ്റെ ഒരാടിനെ കൊന്ന് അതിൻ്റെ വയറ് കീറി അതിന് മുകളിൽ നീറ്റുകക്ക നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം ആരും കാണാതെ അതിനെ ഭൂതത്താൻ കുന്നിന് മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ ആവശ്യപ്പെട്ടു. അവൻ അതുപോലെ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ സർപ്പം അവിടെ എത്തി ആടിനെ നീറ്റുകക്ക വയറിലെത്തിയപ്പോഴേക്കും സർപ്പത്തിന് കലശലായ ദാഹം അനുഭവപ്പെട്ടു. വെപ്രാളത്തിൽ കുന്നിന് ചരിവിലുള്ള പുഴയിലെത്തി പാമ്പ് വെള്ളം കുടിച്ചു. വെള്ളം പാമ്പിൻ്റെ ഉള്ളിലെത്തിയപ്പോഴേക്കും നീറ്റുകക്കയുമായി പ്രവർത്തിച്ച് അമിതമായി താപം പുറത്തേക്ക് വരികയും തൽഫലം പാമ്പ് ഉരുകി ചാവുകയും ചെയ്തു. രാമു പഴയതുപോലെ സന്തോഷത്തോടെ തൻ്റെ ആടുകളെയും കൊണ്ട് കുന്നിൻ മുകളിലേക്ക് പോയി. ഈ കഥയുടെ രസതന്ത്രം എന്താണെന്ന് അറിയണ്ടേ? ആ പാമ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ടാവാം അധികമായി ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയായിരുന്നോ? ഇവിടെ നീറ്റുകക്കയും ജലവുമായി ഒരു രാസപ്രവർത്തനം നടന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ രാസപ്രവർത്തനത്തിൽ അധികമായി താപം പുറത്തേക്ക് വിടുകയാണ് ഉണ്ടായത്, അല്ലെ? ഇത്തരം രാസപ്രവർത്തനങ്ങളാണ് താപമോചക രാസപ്രവർത്തനങ്ങൾ. അതായത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് താപമോചക രാസപ്രവർത്തനങ്ങൾ അഥവാ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ നീറ്റുകക്കയും ജലവുമായുള്ള രാസപ്രവർത്തനവും ഒരു താപമോചക രാസപ്രവർത്തനമാണ്.